ഹീറോൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ് ആണ്. ഹീറോൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് ആൻഡ് അപ്ഡേറ്റ് ഒക്കെ നോക്കാം. ഹീറോൻ്റെ കരിസ്മേൻ്റെ ഭാഗത്തു നിന്നാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഹീറോൻ്റെ കരിസ്മ XMR 210 ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹീറോൻ്റെ ഒരു 210 cc ഉള്ള ഒരു സ്പോർട്സ് ബൈക്കാണ്. ഒരു സ്പോർട്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്പോർട്സ് ടൂറർ കാറ്റഗറി നിൽക്കുന്ന ഒരു മോഡലാണ് ഒരു കരിസ്മ XMR 210. വണ്ടി ശരിക്കും ഒരു ഫ്ലോപ്പ് മോഡലാണെന്ന് വണ്ടിക്ക് പറയാം. വണ്ടി ഇറങ്ങിയ സമയത്ത് കുറച്ച് സെയിൽസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊരു സക്സസ് ആയിട്ടുള്ള മോഡലാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇറങ്ങിയ സമയത്ത് കുറച്ച് ആൾക്കാർ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ അങ്ങോട്ടേക്ക് വണ്ടിയുടെ സെയിൽസ് ഭയങ്കര ഡൗൺ ആണ്. 210 cc പുതിയൊരു എഞ്ചിൻ അവർ അറ്റംപ്റ്റ് ചെയ്തതാണ്. ഒരു DOC എഞ്ചിനുള്ളൊരു മോഡലാണ് XMR 210. വണ്ടിയുടെ എഞ്ചിനും അത്ര റെസ്പോൺസ് അല്ല കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ഡിസൈനിലും കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ. കഴിഞ്ഞ 3 മാസത്തെ സെയിൽസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒരു വണ്ടി പോലും ഇതുവരെ ഇന്ത്യയിൽ വിറ്റിട്ടില്ല. അത്രയും സെയിൽസ് ഡൗൺ ആണ് വണ്ടിക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു 3 മാസത്തെ കാലയളവിൽ ഒരാൾക്കാർ പോലും ഇന്ത്യയിൽ വണ്ടി വാങ്ങിയിട്ടില്ല, XMR 210 വാങ്ങിയിട്ടില്ല. അത്രയും സെയിൽസ് ഇല്ലാത്ത XMR 210 ഒരിക്കലും ഇനി ഹീറോ വെച്ച് നിൽക്കാൻ സാധ്യതയില്ല. വണ്ടി എന്തായാലും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഹീറോൻ്റെ അപ്കമിങ് ബൈക്സ് നോക്കുവാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് XMR 250 ആണ്. ഏകദേശം ഡിസൈൻ വൈസൊക്കെ നോക്കുവാണെങ്കിൽ XMR 210 പോലെ തന്നെ ആണെങ്കിലും എഞ്ചിനിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന മോഡലാണത്. ഒരു സ്പോർട്സ് ടൂറർ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു 250 cc മോഡലാണ് XMR 250. വണ്ടിക്ക് ഫ്രണ്ടിൽ ഒരു വിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വിൻഷീൽഡൊക്കെ കാണാൻ പറ്റും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ലുക്ക് വൈസ് XMR പോലെ തന്നെയാണ്. പിന്നെ വണ്ടിക്ക് USD ഫോർക്ക് ഉണ്ട്, ഡുവൽ ചാനൽ ABS ആണ്, സ്ലിപ്പർ ക്ലച്ചൊക്കെ വരുന്നുണ്ട്. എഞ്ചിനിലാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇതൊരു 250 cc ഉള്ള ഒരു സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. XMRനെക്കാട്ടും കുറച്ചും കൂടി ഇനീഷ്യൽ പവറും ടോപ്പ് ആൻഡ് ഒക്കെ കൂടുതലുള്ളൊരു എഞ്ചിനായിരിക്കും ഇത്. ഹീറോയുടെ Xtreme 250R ഉപയോഗിച്ച സെയിം എഞ്ചിൻ തന്നെയാണ് XMR 250 വരെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ ടു മെയിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. XMR 250 ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. XMR 250 ലോഞ്ച് ചെയ്താൽ XMR 210 ഒരു പക്ഷേ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഇനി നിങ്ങൾ 210 എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും എടുക്കുന്ന അത്ര ഒരു നല്ല കാര്യമല്ല. മാത്രമല്ല XMR 250 നല്ലൊരു പ്രൈസ് റേഞ്ചിലും കൂടിയാണ് ഹീറോ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ അത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ.